നമ്മളിപ്പോൾ കൊണ്ടുപോകാൻ ഉദ്ദേശിച്ചേക്കുന്ന സാധനങ്ങൾ ഇതൊക്കെയാണ്. ഒരു ജാക്കറ്റ് എടുത്തിട്ടുണ്ട്, ഒരു ഇത്തിരി കട്ടിയുള്ള ടീഷർട്ടും കാര്യങ്ങളും ഒരു ഇതെടുത്തിട്ടുണ്ട്. പിന്നെ തലയിലിടുന്ന ക്യാപ്പ്, ജീൻസ്, കുറച്ച് ടീഷർട്ട്സ്, ഇതും ടീഷർട്ടാണ്. പിന്നെ അങ്ങനെയുള്ള ചെറിയ സാധനങ്ങൾ, ഷൂ, ബാഗ്, ഇതൊക്കെ കൊണ്ടുപോകാനുള്ളത്. ഇത്ര സാധനങ്ങൾ എടുത്തിട്ടുള്ളൂ. ഇനി ഇതൊന്ന് പാക്ക് ചെയ്യണം. ബാഗ് 65 ലിറ്ററിൻ്റെ ബാഗാണ്. അപ്പോൾ ഇതൊന്ന് പാക്ക് ചെയ്യണം. പാക്ക് ചെയ്തിട്ട് ബാക്കി നേരെ ഇപ്പോൾ സമയം ഏകദേശം 8 മണി ആയിട്ടുണ്ട്. രാത്രി ഒരു 11:55 ട്രെയിൻ. അപ്പോൾ ഏകദേശം ഒരു 10 മണിയോടുകൂടി ഞങ്ങൾ ഇവിടെ നിന്ന് പോകും. ഇറങ്ങാനുള്ള പരിപാടിയാണ്. അപ്പോൾ എനിക്ക് എന്തായാലും സമയമില്ല, പാക്ക് ചെയ്യാനുള്ള പരിപാടി നോക്കട്ടെ. അപ്പോൾ നമുക്ക് പാക്കിങ് തുടങ്ങാം. പാക്ക് ചെയ്യാനൊന്നും അറിയാൻ പാടില്ല, എങ്കിലും അത്യാവശ്യം ബേസിക് ഐഡിയ വെച്ച് അങ്ങ് പാക്ക് ചെയ്യാം. ഷൂ എടുത്തിട്ടുണ്ട്, ബാഗ് ഒരു ജോഡി ഷൂ എടുത്തിട്ടുണ്ട്. കട്ടി കിട്ടാൻ മതി. നമ്മ പരിപാടിയൊക്കെ പാക്കിംഗ് ഒക്കെ കഴിഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പോകണേണ്. വണ്ടി ഇപ്പോൾ യൂബർ വിളിച്ചിട്ടുണ്ട്. യൂബർ ഇപ്പം തന്നെ എത്തും. ഈ എല്ലാത്തിനോടും ടാറ്റയൊക്കെ പറഞ്ഞ് പോണേണ്. ഓക്കെ, എന്നാൽ പോയിട്ട് വരാം. ഇവിടെ ഒരുത്തരുണ്ട്, ഇതിനെങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കുമെന്ന് എനിക്കറിയാൻ പാടില്ല. പിടിച്ച് തമ്മണമല്ലേ അപ്പം. ഓക്കെ, പോയിട്ട് വരാം. അങ്ങനെ ഞങ്ങൾ സ്റ്റേഷനെത്തി. പ്ലാറ്റ്ഫോം നമ്പർ 3-ലാണ്. അതിൻ്റെ വാതിക്കയിൽ ഇന്നൊരു ഫോട്ടോ ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ച ഒട്ടുക്കത്തെ മഴയും നല്ല ശോകമാണ്. ഇവിടെ നിന്ന് ഞങ്ങൾ ഇറങ്ങാൻ നിൽക്കാൻ നേരത്ത് ഒരു ചെറിയൊരു പണി കിട്ടി. വീടിൻ്റെ അവിടെ ചെറിയൊരു മരിപ്പും കാര്യങ്ങളൊക്കെ വന്നു. അപ്പോൾ അതിൻ്റെ പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ടായി. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങിയതാണ്. 3 ഇവിടെ അല്ലേ? വാ, ഈ കിടക്കണ വണ്ടി. ഈ കിടക്കണ ട്രെയിൻ അവിടെ, ഈ കിടക്കണ ട്രെയിൻ. ഇനി ഒന്ന് ഇതൊക്കെ ഒന്ന് കണ്ടുപിടിച്ചെടുത്താൽ മാത്രം മതി. നമ്മളിപ്പോ ഏകദേശം ട്രെയിനിൽ കയറി ഏകദേശം എടുത്തു തൊട്ട് ഒരു 2 മിനിറ്റ് ആയി. ഞാനിപ്പോൾ നമ്മുടെ ഇത് കാണിച്ചു തരാം. നമ്മുടെ ഇത് നമുക്ക് കിട്ടിയ സീറ്റ് ഇതൊക്കെ. അവിടെ ഇത്തിരി വെട്ടം കുറവാണ്. ഈ 2 സീറ്റ്. ഇത് നമ്മുടെ പിള്ളേര്. ഇത് വെട്ടമില്ലാത്തതുകൊണ്ട് കാണാൻ പറ്റുള്ള. എന്നാൽ രാവിലെ മര്യാദക്ക് കാണിച്ചു തരാം. ഞങ്ങൾ 4 പേര്. പെട്ടത്തോട്ട് എനിക്കാറില്ല. ഇപ്പൊ കിട്ടിയതിനല്ലേ ഈ 4 സെറ്റായിരിക്കണം. ബാക്കി രാവിലെ എനിക്ക് ബെഡൊക്കെ സെറ്റ് ചെയ്യണം. ഒരു സീറ്റിൽ 2 പേര് വെച്ചാ നീ കിടന്നുറങ്ങാൻ പറ്റുമെന്ന് അറിയാൻ പാടില്ല. നമുക്ക് നോക്കാം.
കനമായ ഉറക്കത്തിലാണ് അതിലാണ്. നമ്മളിപ്പോ ഏകദേശം പേരാമ്പൂര് കഴിഞ്ഞു. പേരാമ്പൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തമിഴ്നാട് ഏരിയ. അപ്പൊ പേരാമ്പൂര് കഴിഞ്ഞ് ഇന്ന് വൈകിട്ട് ഒരു 8 മണിയൊക്കെ കൂടി വിജയവാഡ എത്തും. ഇന്നിപ്പോ ഉച്ചയ്ക്ക് ഞങ്ങൾ സത്യം പറഞ്ഞാൽ ഇവിടുത്തെ മെസ്സിൽ ഭക്ഷണ ശോഭമെന്ന് പറഞ്ഞു. നേരെ എന്ത് ചെയ്ത് ഇവിടെ ഞങ്ങൾ കയ്യിലുണ്ടായിരുന്ന ചെറിയ ഫുഡൊക്കെ കഴിച്ചോണ്ടിരിക്കുമ്പോ ഇവിടെ ഒരു ചേട്ടനുണ്ട് നമ്മളിപ്പോൾ തൊട്ടടുത്ത് തന്നെ. പുള്ളി ഫുഡ് കഴിക്കണം, അത് കാണിക്കാതെ. പുള്ളി കൊണ്ടുവന്ന ഫുഡ്, പുള്ളി ഒരു 40 പേരും കണ്ട് വന്നിട്ടുണ്ട് ഇവിടെ നിന്ന്, കോയമ്പത്തൂര് നിന്ന് ഇപ്പോൾ വാരണാസിയിലേക്ക്. അപ്പം അങ്ങനെ അവര് കൊണ്ടുവന്ന ഫുഡിൽ നിന്ന് ഞങ്ങൾക്ക് 4 പേർക്ക് ഫുഡ് എടുത്ത് തന്നു. അങ്ങനെ കുറച്ച് അല്ലേ എൻ്റെ കൂട്ടത്തിൽ ബാക്കി 2 എണ്ണങ്ങള് പോയേക്കണേ. അപ്പുറത്ത് സംസാരിക്കാൻ പോയേക്കണ 2 ആലപ്പുഴക്കാർ വന്നിട്ടുണ്ട്. ആലപ്പുഴയിൽ നിന്ന് 2 പിള്ളേര് വാരണാസിക്ക് വന്നിട്ടുണ്ട്. പിന്നെ അവന്മാരായിട്ട് സംസാരിച്ചേക്കണേ. ഭക്ഷണം കഴിച്ചിട്ട് കൈ കഴുകാൻ പോയതാണ്, ഇതുവരെ കയറി വന്നിട്ടില്ല 2 കൂടി. എങ്ങനെയാന്ന് അറിയാനുള്ള ഇപ്പം ബാക്കി പുറത്തോട്ട് കാണിച്ചു തന്ന നല്ല വെയില, വാന്യായ വെയില. അവിടെ നിൽക്കുന്നുണ്ട്, ആറ്റത്ത് നിൽക്കുന്നുണ്ട് 2. ഇപ്പൊ ഇവിടെ ഞാനും ഇതിനും മാത്രം. വെയില് നല്ല വെയിലുണ്ടല്ലേ, നല്ല കലക്കം വെയില്. നമുക്കിപ്പോ ഇന്ന് ഉച്ചക്കത്തെ ഫുഡും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഒരു 4 ബിരിയാണി. ഇവിടെ ആകെയുള്ള പ്രശ്നം ഊട്ടക്കത്തെ തിരക്കാ. മറ്റേ എന്താണ് ഞങ്ങളുടെ പോകിൽ മാത്രം സ്ലീപ്പർ പോലെ, സ്ലീപ്പർ പോലെ ഒരു രക്ഷയില്ല. എല്ലാം കൂടി ഇവിടെ വന്നിട്ട് കച്ചവടമൊക്കെ കൊടുത്തു കൊണ്ടായിരുന്നു. ഫുഡ് വന്നിട്ടുണ്ട്. ബിരിയാണി കാണിക്കണം, ഒരു 5 ബിരിയാണി. ഇവിടെ ഒന്ന് പൊളിച്ചോ, അതൊന്നും മേടിക്കരുത് കേട്ടോ. അതൊക്കെ നിലത്തിട്ട് ചോട്ടിട്ട് കൊണ്ടുവന്നതാണ് ബിരിയാണി. ഓ മനുഷ്യനെ നടത്താൻ സമ്മതിക്കണല്ലോ ബിരിയാണി. അതൊന്നും തുറന്നിടാം. ഞാനൊരു താലീസ് പറഞ്ഞിട്ടുണ്ട്. എന്തൊക്കെയുണ്ട്? ചോറുണ്ട്, ഗുലാബ് ജാമുൻ ഉണ്ട്, കുറച്ച് പേരറിയാത്ത അതാണ് പനീർ വേണ്ടെന്ന് പറഞ്ഞത്. അതിട്ടെങ്ങനെ കൈട്ടളൊക്കെ ഉണ്ടോ? പോടെ വൈദ്യക്കാർ ചെല്ലടാ, ജൽദി ജാവോ. ജൽദി ജാ. ഇത് നമുക്ക് ഇവിടെ നിന്ന് കിട്ടിയേക്കണ 2 ചെക്കന്മാരാണ്, ആലപ്പുഴയിൽ നിന്ന്. പേര് പറഞ്ഞേ? ഗോകുൽ. എല്ലാം കറക്റ്റ് ക്ലീൻ ചെയ്യാൻ വല്ല ചേട്ടാ.
ആ